പറഞ്ഞത്? എങ്ങനെയാണ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നതെന്നല്ലേ? മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. അത്രയാണ് പറഞ്ഞത്. അതിന്റെ പ്രോബ്ലം ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ ആൻഡ് കാർബൺ ടെട്രാക്ലോറൈഡ് if 22 gram of benzene is dissolved in 122 gram of carbon tetrachloride. അപ്പൊ ആദ്യം ബെൻസീന്റെ മാസ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. മാസ് പെർസെന്റേജ് ഓഫ് ബെൻസീൻ C6H6 equal to എന്തോ നമ്മുടെ ഇക്വേഷൻ മാസ് ഓഫ് ദ കമ്പോണന്റ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 അല്ലേ? അപ്പോ മാസ് ഓഫ് ആരാ? ബെൻസീൻ ബൈ ടോട്ടൽ മാസ്. ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ ബെൻസിന്റെ മാസും കാർബൺ ടെട്രാക്ലോറൈഡിന്റെ മാസും കൂടി ഇൻറ്റു 100. അപ്പൊ ബെൻസിന്റെ മാസ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 22 ഗ്രാം അല്ലെ? കാർബൺ ടെട്രാക്ലോറൈഡിന്റെ മാസ് 122 ഗ്രാം. അപ്പൊ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ 22 പ്ലസ് 122 ഇൻറ്റു 100. അപ്പൊ 22 ബൈ ഇത് എത്ര കിട്ടും? 144 ഇൻറ്റു 100 എത്ര കിട്ടുമായിരിക്കും? ഇത്രയും ചെയ്യുമ്പോഴേക്കും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15.3%. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് എത്രയാ? CCl4. ഇക്വേഷൻ എന്തുമായിരിക്കും? മാസ് ഓഫ് CCl4 അത് എത്രയാ? 122 ബൈ ടോട്ടൽ മാസ് എത്ര? 22 പ്ലസ് 122 ഇൻറ്റു 100 ആണല്ലോ. അപ്പൊ 122 ബൈ 144 ഇൻറ്റു 100 എനിക്ക് തോന്നുന്നു 84.7% എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ മാസ് പെർസെന്റേജ് ക്ലിയർ ആയേ? രണ്ടുപേരുടെ മാസ് ഉണ്ട്, ഓരോരുത്തരുടെ മാസ് പെർസെന്റേജ് ഉണ്ടെങ്കിൽ അതിന്റെ മാസ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ക്ലിയർ ആയി. അപ്പൊ നമ്മൾ ഇനി അടുത്ത മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ ഒക്കെ ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ C2H6O2 on a solution containing 20% of ethylene glycol by mass. എത്തിലീൻ ഗ്ലൈക്കോളിന്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അതിന്റെ ഒരു സൊല്യൂഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്, 20% സൊല്യൂഷൻ. അപ്പൊ ഓർത്തോളണം, 20% സൊല്യൂഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞാല് അത് വാട്ടറിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും 20% എന്ന് പറയുന്നത്. അപ്പൊ എത്തിലീൻ ഗ്ലൈക്കോളിന്റെ മാസ് 20 ഗ്രാമും വാട്ടറിന്റെ മാസ് 80 ഗ്രാമും ആയിരിക്കും. ഓക്കെ, ക്ലിയർ. അപ്പൊ നമ്മൾ ആദ്യം അതിന് എഴുതി വെക്കുന്നു. മാസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോളിന്റെ ഫോർമുല ഉണ്ടല്ലോ, C2H6O2 എത്ര ഗ്രാം? 20 ഗ്രാം. മാസ് ഓഫ് വാട്ടർ എത്ര ഗ്രാം ആയിരിക്കും? അപ്പോ 80 ഗ്രാം. അപ്പൊ 20% 80%. ഓക്കെ, ദെൻ എത്തിലീൻ ഗ്ലൈക്കോളിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പോണന്റ് ടു ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പോണന്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പൊ രണ്ടുപേരുടെ നമ്പർ ഓഫ് മോൾസ് വേണ്ടേ? നമ്പർ ഓഫ് മോൾസ് വേണമെങ്കിൽ എന്ത് വേണം? മോളിക്കുലാർ മാസ് വേണമല്ലോ. മാസ് ബൈ മോളിക്കുലാർ മാസ് ആണ് നമ്പർ ഓഫ് മോൾസ്. മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു മാസ് ബൈ മോളിക്കുലാർ മാസ് ഓഫ്, ആദ്യം നമുക്ക് ആരെ കണ്ടുപിടിക്കാം? എത്തിലീൻ ഗ്ലൈക്കോളിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാം. മോളിക്കുലാർ മാസ് ഓഫ് C2H6O2 12 ഇൻറ്റു 2 അല്ലേ? പ്ലസ് 6 ഇൻറ്റു 1 പ്ലസ് 16 ഇൻറ്റു 2 ആണല്ലോ. അപ്പൊ എത്തിലീൻ ഗ്ലൈക്കോളിന്റെ മോളിക്കുലാർ മാസ് എത്ര കിട്ടും? 62 കിട്ടത്തില്ലേ? അല്ലേ? ദെൻ മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ, വാട്ടറിന്റെ മോളിക്കുലാർ മാസ് അറിയാം, 2 ഇൻറ്റു 1 പ്ലസ് 16 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 80. രണ്ടുപേരുടെ മോളിക്കുലാർ മാസ്. ഇനി രണ്ടുപേരുടെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ആരാ? C2H6O2 എത്തിലീൻ ഗ്ലൈക്കോൾ. മാസ് ബൈ മോളിക്കുലാർ മാസ്, മാസ് 20 ബൈ 62 എത്ര കിട്ടും? 0.32 മോളം കിട്ടും. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് ആര്? വാട്ടർ 80 ആണ് മാസ് ബൈ 18 4.44 ആണ്. ഇനി നമുക്ക് ആരുടെ ആരുടെ മോൾ ഫ്രാക്ഷൻ ആണ് വേണ്ടത്? മോൾ ഫ്രാക്ഷൻ എക്സ് എന്ന് എടുക്കാലോ. മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ആണ് വേണ്ടത്, C2H6O2. അതിന് ഇക്വേഷൻ കൊടുക്കാലോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ C2H6O2 നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തിലീൻ ഗ്ലൈക്കോൾ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ എത്രയായിരുന്നു? 0.32 ബൈ ഇത് 0.32 പ്ലസ് വാട്ടറിന്റെ 4.44 ആണല്ലോ. ആൻസർ എത്ര കിട്ടും? 0.067 എന്ന് കിട്ടും.
ഇതാണ് എത്തിലീൻ ഗ്ലൈക്കോളിന്റെ എന്തെന്ന് പറയുന്ന മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ത് പറയുന്നത്, കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ഓൺ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 20% ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ബൈ മാസ്. അപ്പൊ നമ്മൾ ആദ്യം മാസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ 20 ഗ്രാം എടുത്ത് 20% ആണ്. അപ്പോൾ അത് വാട്ടറിലെ സൊല്യൂഷൻ ആണ്. വാട്ടറിന്റെ മാസ് 80 ഗ്രാം. മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഫോർമുല ഉപയോഗിച്ച് മോളിക്കുലർ മാസ് രണ്ടുപേരുടെയും കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടുപേരുടെയും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു, മാസ് ബൈ മോളിക്കുലർ മാസ്. അപ്പോൾ രണ്ടുപേരുടെയും നമ്പർ ഓഫ് മോൾസ് ആയി. എത്തിലീൻ ഗ്ലൈക്കോളിന്റെ മോൾ ഫ്രാക്ഷൻ ചോദിച്ചാൽ അതിന്റെ നമ്പർ ഓഫ് മോൾസ് ബൈ ടോട്ടൽ നമ്പർ എത്തേക്കുന്ന നമ്പർ ഓഫ് മോൾസ് ആണ്. രണ്ടും കൂടി ചെയ്തെത്തുമ്പോൾ ഇത്ര കിട്ടി. ഇനി വാട്ടറിന്റെ മോൾ ഫ്രാക്ഷൻ വേണമെങ്കിൽ ഇവിടെ വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് ഇട്ടിട്ട് ഡിവൈഡഡ് ബൈ ഇത് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ 1 മൈനസ് ഇത് ചെയ്താലും എന്ത് കിട്ടും, വാട്ടറിന്റെ മോൾ ഫ്രാക്ഷൻ കിട്ടും. അതാണ് സെക്കൻഡ് പ്രോബ്ലം. ഇനി നമ്മൾ അടുത്തത് മൊളാലിറ്റി പ്രോബ്ലത്തിലോട്ട് പോവാണ്. ഓക്കെ, അപ്പൊ നോക്കാം നമ്മുടെ അടുത്ത പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ മൊളാലിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 450 ml ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് സൊല്യൂഷൻ ഓഫ് 450 ml കണ്ടെയ്നിങ് എന്തോ 5 ഗ്രാം NaOH. അപ്പൊ 5 ഗ്രാം NaOH 450 ml സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്ത് മൊളാലിറ്റി ഓഫ് NaOH ഇൻ എ സൊല്യൂഷൻ. ആരുടെ മൊളാലിറ്റി കണ്ടുപിടിക്കുന്നു? അത് വേണ്ട, മൊളാലിറ്റി ഓഫ് NaOH വേണ്ട, മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ മതി. സൊല്യൂഷൻ മൊളാലിറ്റി അല്ലേ കണ്ടുപിടിക്കുന്നത്, അതല്ലേ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പൊ കാൽക്കുലേറ്റ് മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ. അതിനകത്ത് എന്തൊക്കെയുണ്ട്? 5 ഗ്രാം NaOH ഉണ്ട്. എത്ര ml സൊല്യൂഷൻ? 450 ml സൊല്യൂഷൻ. മൊളാലിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ എന്തോ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണല്ലോ. അപ്പൊ അത് നമ്പർ ഓഫ് മോൾസ് വേണ്ടേ? എന്തോ തന്നിട്ടുണ്ട്, നമ്മുടെ നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് ആണ്. ഇവിടുത്തെ സൊല്യൂട്ട് NaOH ആണ്. NaOHന്റെ മാസ് തന്നിട്ടുണ്ട് അല്ലെ. മാസ് ഓഫ് NaOH എത്ര ഗ്രാം? 5 ഗ്രാം. മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചാലല്ലേ അതിന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടുള്ളൂ. അപ്പോ മോളിക്കുലാർ മാസ് ഓഫ് NaOH എന്ന് പറയുമ്പോ മോളിക്കുലാർ മാസ് 23 ആണ്. ആരുടെ അറ്റോമിക് മാസ്? സോഡിയത്തിന്റെ അറ്റോമിക് മാസ് പ്ലസ് 16 പ്ലസ് 1 എത്ര കിട്ടും? 40 കിട്ടും അല്ലെ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എന്തുവാ? മാസ് ബൈ മോളിക്കുലാർ മാസ് അല്ലേ. 5/40 എന്ന് പറയുമ്പോ 1/8 അല്ലേ. 1/8 എന്ന് പറയുമ്പോ 0.125 കിട്ടും. ഇത് നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മൾ മാസ് എടുത്തു, ആരുടെ സൊല്യൂട്ടില്ല, എന്നിട്ട് എന്ത് ചെയ്തു? മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്തു. മാസ് ബൈ മോളിക്കുലാർ മാസ് ചെയ്തപ്പോ എന്ത് കിട്ടി? നമ്പർ ഓഫ് മോൾസ് കിട്ടി. നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ടിന് പകരം നമുക്ക് അയാളെ ഇട്ട് കൊടുക്കാം. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനില് 450 ml എന്നാ. അപ്പൊ 450/1000. അപ്പോ 0.125 ബൈ ml മില്ലി ലിറ്ററിനെ ലിറ്ററിലാക്കി ചെയ്യാവുള്ളൂ. അപ്പൊ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.450 എന്ന് കിട്ടും. ഇത് രണ്ടുകൂടെ ചെയ്ത ആൻസർ കിട്ടും 0.27. യൂണിറ്റ് എന്തുവാ? മൊളാലിറ്റിയുടെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ. മൊളാലിറ്റി ആണെങ്കിൽ മോൾ പെർ കിലോഗ്രാം. ഇത് മോൾ, ഇത് ലിറ്റർ. മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ നമ്മൾ മൊളാലിറ്റിയുടെ സിമ്പലായ ക്യാപിറ്റൽ M ഇട്ടാലും മതി. മോളാർ എന്ന് വായിക്കണം, അതിട്ടാലും മതി. അല്ലെങ്കിൽ മോൾ പെർ ലിറ്റർ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയേ. അപ്പൊ മൊളാലിറ്റിയുടെ പ്രോബ്ലം ആയി. ഇനി അടുത്ത് എന്തിലോ പോകുന്നത്? മൊളാലിറ്റി എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ മൊളാലിറ്റി ഓഫ് 2.5 ഗ്രാം ഓഫ് എത്തനോയിക് ആസിഡ് ഇൻ 75 ഗ്രാം ബെൻസീൻ. അപ്പൊ എന്താ നമ്മുടെ മൊളാലിറ്റിയുടെ ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ക്വസ്റ്റ്യൻ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. മാസ് ഓഫ് സോൾവെന്റ് ഇല്ലേ? 75 ഗ്രാം ബെൻസീനിലെന്ന് പറഞ്ഞിട്ടുണ്ട്. കിലോഗ്രാമിലല്ല, ഗ്രാമിലാന്നേ ഉള്ളൂ. അത് നമ്മൾ കിലോഗ്രാമിലോട്ട് പിന്നെ കൺവേർട്ട് ചെയ്യും. അപ്പൊ അതുണ്ട്. ഇനി സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് വേണം. സൊല്യൂട്ട് ഇവിടെ എത്തനോയിക് ആസിഡ് ആണ്. അതിന്റെ എന്താ മാത്രമേ ഉള്ളൂ? മാസ് മാത്രമേ ഉള്ളൂ. അപ്പൊ മാസ് ഓഫ് എത്തനോയിക് ആസിഡ് അറിയാം എത്ര ഗ്രാം? 2.5 ഗ്രാം. അതിന്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്താലല്ലേ നമ്പർ ഓഫ് മോൾസ് കിട്ടൂ. അപ്പൊ മോളിക്കുലാർ മാസ് ഓഫ് എത്തനോയിക് ആസിഡ് എന്താ കിട്ടും? മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? കാർബൺ 2 എണ്ണം അല്ലെ. അപ്പൊ 12 × 2. ഹൈഡ്രജൻ എത്ര എണ്ണം? 4 എണ്ണം. അപ്പൊ 4 × 1 പ്ലസ് ഓക്സിജൻ 2, 16 × 2 എത്ര കിട്ടും? 60 ഗ്രാം എന്ന് കിട്ടൂലേ. ഇനി നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചൂടെ?
mass by molecular mass 2.5 by 60 0.0417 mole എന്ന് കിട്ടും. അത് ഇവിടെ കൊണ്ടിടുന്നു 0.0417 by 75 gram ആണ്, കിലോഗ്രാം ആക്കാൻ ഡിവൈഡഡ് ബൈ 1000. അപ്പൊ എന്ത് വരും 0.0417 by 0.075 എന്ന് വരും അല്ലേ. അതല്ല നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ മൊളാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ ആൻസർ എത്ര കിട്ടും 0.556. യൂണിറ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ മോൾ പെർ ലിറ്റർ പറഞ്ഞു, ഇവിടുത്തെ യൂണിറ്റ് മോൾ പെർ കിലോഗ്രാം അല്ലെങ്കിൽ സ്മാൾ എന്ന് വിട്ടാലും മതി. ക്ലിയർ ആയോ? മൊളാലിറ്റി വേണമായിരുന്നു, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടും മാസ് ഓഫ് സോൾവെന്റ് വേണം. മാസ് ഓഫ് സോൾവെന്റ് ഉണ്ടായിരുന്നു, ഗ്രാമിലാണെന്നേ ഉള്ളൂ. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിലോഗ്രാം ആക്കി. എന്നിട്ട് നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന് കണ്ടുപിടിക്കാനായിട്ട് അതിന് മാസ് ഉണ്ടായിരുന്നു, മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് മാസിനെ മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ മാസ് പെർസെന്റേജ് ആയി, മൊളാലിറ്റി ആയി, മോൾ ഫ്രാക്ഷൻ ആയി. അപ്പൊ പ്രോബ്ലംസ് അത്രയാണ് നമുക്കുള്ളത്. അപ്പൊ ഇനി നമ്മൾ അടുത്ത പോയിന്റിലോട്ട് പോവാണ്, അല്ലെങ്കിൽ അടുത്ത കാര്യം എന്തുവാന്ന്, അടുത്ത പോർഷൻ എന്തുവാന്ന് നോക്കാൻ പോവാണ്. ഓക്കെ, so come to the next portion. What is that? Solubility. Okay, so we will discuss about solubility. സോലിബിലിറ്റി കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിക്കാറുണ്ട്, എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പറയുവാണ്. അപ്പൊ എന്താണ് സോലിബിലിറ്റി എന്ന് ചോദിച്ചാല്, സോലിബിലിറ്റി ഓഫ് എ സൊല്യൂട്ട് ഇൻ എ സോൾവെന്റ്. ഒരു പർട്ടിക്കുലർ സോൾവെന്റിലെ ഒരു സൊല്യൂട്ടിന്റെ സോലിബിലിറ്റി. ഇപ്പോൾ നമ്മൾ വാട്ടറിലെ ഷുഗറിന്റെ സോലിബിലിറ്റി ഒന്നായിരിക്കും, വാട്ടറിലെ സോൾട്ടിന്റെ സോലിബിലിറ്റി വേറെ ആയിരിക്കും. സൊല്യൂട്ട് മാറുന്നതനുസരിച്ച് എന്ത് മാറും? സോലിബിലിറ്റി മാറും. അപ്പോൾ സോലിബിലിറ്റി ഓഫ് എ സോൾവെന്റ് ഇൻ എ പർട്ടിക്കുലർ സോലിബിലിറ്റി ഓഫ് എ സൊല്യൂട്ട് ഇൻ എ പർട്ടിക്കുലർ സോൾവെന്റ് is the maximum amount of solute that can be dissolved in a solvent at a particular temperature. ഒരു പർട്ടിക്കുലർ സോൾവെന്റില് ഒരു പർട്ടിക്കുലർ സോളിഡിന് അല്ലെങ്കിൽ സൊല്യൂട്ടിന് എത്രത്തോളം ഡിസോൾവ് ചെയ്ത് ചേരാം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, അതാണ് ആ സൊല്യൂട്ടിന്റെ ആ സോൾവെന്റിലെ സോലിബിലിറ്റി. ഒരു പർട്ടിക്കുലർ സൊല്യൂട്ടിന് ഒരു പർട്ടിക്കുലർ സോൾവെന്റിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മാക്സിമം എത്ര എമൗണ്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റുമോ ആ സൊല്യൂട്ടിന്റെ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് സോലിബിലിറ്റി. മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ പർട്ടിക്കുലർ സോൾവെന്റ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് solubility. Then next we will discuss what are the factors that affect solubility. Okay, അതിൽ ഫസ്റ്റ് ആരാ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൊല്യൂട്ടിന്റെ നേച്ചർ മാറുമ്പോൾ എന്ത് മാറും? സൊല്യൂബിലിറ്റി മാറും. അപ്പൊ ഫസ്റ്റ് വൺ നേച്ചർ ഓഫ് സൊല്യൂട്ട്, സെക്കൻഡ് വൺ നേച്ചർ ഓഫ് സോൾവെന്റ്. സോൾവെന്റ് മാറുമ്പോൾ സൊല്യൂബിലിറ്റി മാറും. തേർഡ് വൺ ആരായിരിക്കും? പർട്ടിക്കുലർ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു. അപ്പൊ അത് ഓൾറെഡി എന്തായിരിക്കും? ടെമ്പറേച്ചർ. ആൻഡ് ദ ലാസ്റ്റ് വൺ പ്രഷർ. അപ്പൊ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് സോലിബിലിറ്റി? നേച്ചർ ഓഫ് സൊല്യൂട്ട്, നേച്ചർ ഓഫ് സോൾവെന്റ്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പൊ സോലിബിലിറ്റി ഓഫ് എ സൊല്യൂട്ട് ഇൻ എ സോൾവെന്റ് is the maximum amount of solute that can be dissolved in that solvent at a particular temperature. Okay, then what are the factors that affect solubility? Nature of solute, nature of solvent, temperature and pressure. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ആദ്യം പഠിക്കാൻ പോകുന്നത് solubility of solid in liquid ആണ്. Solubility of solid in liquid. അത് പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒന്ന്, എന്താണ് ഡിസൊല്യൂഷൻ? വാട്ട് ഈസ് ഡിസൊല്യൂഷൻ? ആൻഡ് ദ സെക്കൻഡ് വൺ, വാട്ട് ഈസ് ക്രിസ്റ്റലൈസേഷൻ? ഡിസൊല്യൂഷൻ ആൻഡ് ക്രിസ്റ്റലൈസേഷൻ. സോ നോക്കാം, വാട്ട് ഈസ് ഡിസൊല്യൂഷൻ? നമ്മുടെ കയ്യിൽ ഒരു സോൾവെന്റ് ഉണ്ട്. ആ സോൾവെന്റിലോട്ട് നമ്മളൊരു സൊല്യൂട്ടിനെ ആഡ് ചെയ്യുന്നു. അപ്പൊ ആ സോൾവെന്റ് ഡിസോൾവ് ആവും. ഡിസോൾവ് ആവുന്ന അനുസരിച്ച് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ആ സൊല്യൂഷനിൽ ഇൻക്രീസ് ചെയ്ത് വരും. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിസൊല്യൂഷൻ. വെൻ എ സൊല്യൂട്ട് അല്ലെങ്കിൽ സോളിഡ് സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ പർട്ടിക്കുലർ സോൾവെന്റ്. അപ്പൊ സോളിഡ് ഇൻ ലിക്വിഡ് ആണ്. വെൻ എ പർട്ടിക്കുലർ സോളിഡ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ പർട്ടിക്കുലർ സോൾവെന്റ്, it dissolves in it and its concentration increases in the solution. ഒരു സോളിഡ് സൊല്യൂട്ട് എടുത്ത് ഒരു സോൾവെന്റിൽ ആഡ് ചെയ്യുമ്പോൾ അത് ആ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തിട്ട് അതിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിസൊല്യൂഷൻ. ഓക്കെ, എന്താണ് ക്രിസ്റ്റലൈസേഷൻ? നമ്മുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്, സോൾവെന്റ് അല്ല സൊല്യൂഷൻ, ഓൾറെഡി സൊല്യൂട്ട് ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുന്ന സൊല്യൂഷൻ. അതിനകത്തോട്ട് വീണ്ടും നമ്മൾ എന്താ ആഡ് ചെയ്യുന്നു? ഒരു സോളിഡ് സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ ഓൾറെഡി ഇവിടെ ഉള്ള സോളിഡ് ഇല്ലേ, നമ്മുടെ സൊല്യൂഷനിലുള്ള സോളിഡ്, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സോളിഡ് സൊല്യൂട്ടും തമ്മിൽ കൊളൈഡ് ചെയ്യും. എന്നിട്ട് കുറച്ച് സോളിഡ് സൊല്യൂട്ട് സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്ന ക്രിസ്റ്റലൈസേഷൻ.
ഒരു സോളിഡ് സൊല്യൂട്ട് ഒരു സൊല്യൂഷനിൽ ആഡ് ചെയ്യുമ്പോൾ അത് ഓൾറെഡി സൊല്യൂഷനിലുള്ള സോളിഡ് സൊല്യൂട്ടുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സോളിഡ് സൊല്യൂട്ട് കൊളൈഡ് ചെയ്തിട്ട് കുറച്ച് സോളിഡ് പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്യും. ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ dissolution and crystallization? When a solid solute is added to a solvent, its concentration increases in the solution and it dissolves it. This process is known as dissolution. ഒരു സോളിഡ് സൊല്യൂട്ട് ഒരു സോൾവന്റിൽ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ കൂടി വന്ന് അത് ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസൊല്യൂഷൻ. എന്തോ ക്രിസ്റ്റലൈസേഷൻ? When a solid solute is added to a solution, the solid substance present in the solution collide with the added solute particles and some of the solute particles separates out. This process is known as crystallization. Okay, ഒരു സോളിഡ് സൊല്യൂഷൻ ഒരു സോളിഡ് സബ്സ്റ്റൻസ് ഒരു സൊല്യൂഷനിൽ ആഡ് ചെയ്യുമ്പോൾ സൊല്യൂഷനിലുള്ള സോളിഡ് നമ്മൾ ആഡ് ചെയ്യുന്ന സോളിഡ് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് കുറച്ച് സോളിഡ് സൊല്യൂട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്രിസ്റ്റലൈസേഷൻ. Then third time, what is a saturated solution? Saturated solution means നമ്മൾ മാക്സിമം എമൗണ്ട് സൊല്യൂട്ട് ഒരു സോൾവെന്റിൽ ആഡ് ചെയ്ത് സൊല്യൂഷൻ ആക്കിയാൽ അങ്ങനെ മാക്സിമം ആഡ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂട്ടിന്റെ എമൗണ്ടിന് അങ്ങനെ ആഡ് ചെയ്ത് സൊല്യൂഷൻ ആക്കി വെച്ചാൽ ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്ന് പറഞ്ഞാൽ മാക്സിമം സൊല്യൂട്ട് ആഡ് ചെയ്ത സൊല്യൂഷൻ, അതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഈസ് എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, ദെൻ ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഒന്നുകൂടി ഹീറ്റ് ചെയ്താൽ കുറച്ച് സൊല്യൂട്ടും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ഹീറ്റ് ചെയ്തതിനു ശേഷം കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്ത് അതും കൂടി ഡിസോൾവ് ആയി. ഇത് തന്നെ മാക്സിമം ഡിസോൾവ് ആയിരിക്കണം. ഇനി പറ്റാതിരിക്കുമ്പോഴാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ അതിനോട് ചൂടാക്കിയാൽ കുറച്ച് സൊല്യൂട്ട് കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പൊ വീണ്ടും പുതിയ രണ്ട് ടേംസ് ആയി. വാട്ട് ഈസ് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആൻഡ് വാട്ട് ഈസ് എൻ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഈസ് എ സൊല്യൂഷൻ ഇൻ വിച്ച് എന്തോ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഈസ് എ സൊല്യൂഷൻ ഇൻ വിച്ച് maximum amount of solute is dissolved. But unsaturated solution is a solution. എങ്ങനെ കിട്ടും അത്? When a saturated solution is heated, excess amount of solute can be dissolved. Maximum amount of solute dissolved ചെയ്ത് സാച്ചുറേറ്റഡ് നമ്മളതിനെ ചൂടാക്കി എക്സസ് ആയിട്ട് ഡിസോൾവ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇനി എന്താണ് നമ്മുടെ ഗ്യാസ് ഒരു സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ സോലിബിലിറ്റിയിൽ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് മെയിൻ ആയിട്ട് രണ്ടുപേര് ടെമ്പറേച്ചറും പ്രഷറും എങ്ങനെ വ്യത്യാസം വരും? ഒരു കാര്യം പറയട്ടെ, പ്രഷറിന് ഒരു സോളിഡിന് ലിക്വിഡ് ഡിസോൾവ് ചെയ്യുമ്പോൾ പ്രഷറിന് അവിടെ നോ എഫക്ട്. പ്രഷറിന് എന്തില്ല? എഫക്ട് ഇല്ല. എന്നാൽ ടെമ്പറേച്ചറിന് എന്തുണ്ട്? എഫക്ട് ഉണ്ട്. നമ്മുടെ റിയാക്ഷൻ അല്ലെങ്കിൽ പ്രോസസ്സ് എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ സോലിബിലിറ്റി ഡിക്രീസ് ചെയ്യും. എന്നാൽ എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പൊ പ്രഷറിന് നോ എഫക്ട്, എന്നാൽ ടെമ്പറേച്ചറിന് എഫക്ട് ഉണ്ട്. എൻഡോ ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. എക്സോ ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലിബിലിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. ഓക്കെ, അപ്പൊ നോക്കാം എന്താണ് സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന്. അവിടെ ടെമ്പറേച്ചറിന് എഫക്ട് ഉണ്ട്, പ്രഷറിന് എഫക്ട് ഉണ്ട്. അപ്പൊ ടെമ്പറേച്ചറിന്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സോതെർമിക്ക് പോലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സോലിബിലിറ്റി ഡിക്രീസ് ചെയ്യും. പ്രഷറിന്റെ എഫക്ട് പറയുന്ന ഒരു ലായാണ് എന്ത് ലാ? ഹെൻറീസ് ലാ. ഹെൻറീസ് ലാ പറയുന്നു സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ്. ഒരു ഗ്യാസിന്റെ സോലിബിലിറ്റി ലിക്വിഡിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ്. പാർഷ്യൽ പ്രഷർ എന്ന് പറയുമ്പോൾ അറിയാലോ, ഇൻഡിവിജ്വൽ പ്രഷർ ആണെന്ന് അറിയപ്പെടുന്ന പാർഷ്യൽ പ്രഷർ. അപ്പൊ സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ്. ഓർ നമ്മൾ പറയും പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. അതും ഹെൻറീസ് ലായുടെ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒരു കോൺസ്റ്റന്റ് കൊടുത്ത് KH ഈസ് നോൺ ആസ് Henry's constant or Henry's law constant, and its value always depends upon the nature of the gas. Okay, അപ്പോൾ Henry's law പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഒരു ഗ്യാസിനെ ലിക്വിഡ് ഡിസോൾവ് ചെയ്യുമ്പോൾ രണ്ട് ഡെഫിനേഷൻസ് ഉണ്ട്. സോലിബിലിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ, ഓർ പാർഷ്യൽ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈസ് ഈക്വൽ ടു കൊടുത്ത് കോൺസ്റ്റന്റ് KH ഈസ് കാൾഡ് Henry's constant and its value depends upon the nature of the gas. Okay, അവിടെ നിൽക്കട്ടെ, ബാക്കി അടുത്ത ക്ലാസ്. Sagt spør alle hva jeg gjør da. Jeg hitter klubben som om hverdag var en løsning.